ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭ പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനമാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ സ്വീകരണത്തിന് വേണ്ടി നമുക്കൊരു ഒരുക്കം വേണമെന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി നമ്മൾ നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് പുതിയ മനുഷ്യരായി പുതിയ ഭാഷകൾ സംസാരിക്കുവാൻ പെന്തിക്കോസ്തി പെരുന്നാളിന് അങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. അതിൻ്റെ 3 ക്രമങ്ങളിലെയും പ്രമിയോൻ സദറാകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ നവീകരിക്കപ്പെടുകയാണ്. പഴയ ബാബേലിൻ്റെ അനുഭവമല്ല, വിഭജനത്തിൻ്റെ അനുഭവമല്ല, യോജിപ്പിൻ്റെ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അധികാരത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വർണ്ണിക്കാൻ പറ്റാത്തവണ്ണമുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൊണ്ട്, ഫലങ്ങൾ കൊണ്ട്, ദാനങ്ങൾ കൊണ്ട് സഭ നിറയാൻ വേണ്ടിയിട്ടാണ് ഈ പെന്തിക്കോസ്തി പെരുന്നാൾ ഇത്രമാത്രം ഒരുക്കത്തോടുകൂടി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? ലോകം മുഴുവനും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ആത്മാവ് വസിക്കുന്ന ആലയം എന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം തിരുവചനം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഈ കാലഘട്ടത്തിൽ വസിച്ച് ദൈവത്തിന് ആത്മാവിന് പ്രവർത്തിക്കാനുള്ള കൂടാരങ്ങളാണ്, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ അവരോട് സംസാരിക്കാനും അനുഗ്രഹിക്കുവാനും മോശയുടെ ആഗ്രഹപ്രകാരം അവൻ സമാഗമന കൂടാരത്തിൽ ഒന്നിച്ച് യാത്ര ചെയ്യുകയാണ്. ആ കൂടാരം അത് എവിടെ വെക്കുന്നുവോ അവിടെ ദൈവം ഇറങ്ങി വസിക്കുകയും മോശയിലൂടെ ദൈവം ജനത്തോട് ആവശ്യമുള്ളത് സംസാരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം ഇതാണ്: ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഇടയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതേ കാര്യം പുതിയ നിയമത്തിലേക്ക് വരുന്ന ഒരു സമാഗമന കൂടാരമായി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വസിക്കുന്ന ഒരാലയമായി നമ്മുടെ ശരീരത്തെയാണ് മാറ്റുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ആലയമായി നമ്മളെ മാറ്റുന്ന ശുശ്രൂഷയാണ് സത്യത്തിൽ മാമോദീസ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആലയമായി നമ്മളെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കൂദോശീത്തോ ഹൂദോസീത്തോ നമ്മുടെ പെരുന്നാളുകളുടെ ആഘോഷങ്ങൾ. മാത്രമല്ല, നമ്മുടെ സഭയിലെ എല്ലാ കൂദാശകളും പെരുന്നാളുകളും ഒക്കെ ദൈവം വസിക്കുന്ന ഈ ശരീരത്തെ പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കണം. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ ഈ ശരീരത്തിൽ വളർത്തുവാനായിട്ട് ആവശ്യമായ കൂദാശകളാണ് അതിന് വളമായും അതിനാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ മാമോദീസായുടെ കൂദാശയിൽ ഡെലിവറൻസ് പ്രയർ നടത്തുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത്: ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്, ദൈവസൃഷ്ടിയെ നീ ഉപദ്രവിക്കരുത്, ദൈവസൃഷ്ടിയിൽ നീ അധിവസിക്കരുത്, അത് പിശാചുക്കളുടെ വാസസ്ഥലം അല്ല. ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് സഭയുടെ കാഴ്ചപ്പാട് ഈ കൂദാശയിലൂടെ പ്രഖ്യാപിക്കുകയാണ്. മനുഷ്യൻ്റെ ശരീരമെന്ന് പറയുന്നത് പിശാചുക്കൾക്ക് വസിക്കാനുള്ള ഇടമല്ല, അത് വിജനമല്ല, അത് ദൈവത്തിൻ്റെ ആലയമാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. ഇതാണ് സ്പെസിഫിക്കായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരത്തെ
ബഹുമാനിക്കണമെന്നും ഈ ശരീരത്തിന് കൂദാശകൾ നൽകിക്കൊണ്ട് ദൈവാത്മാവിനെ വളരുവാൻ തക്കവണ്ണം മാമോദീസ മുതൽ മറ്റെല്ലാ കൂദാശകളും സ്വീകരിച്ച് അവൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിലും ഇതേ കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിത്യജീവനിലേക്ക് ഇവനെ കബറടക്ക ശുശ്രൂഷയിലേക്ക് നാം മാറ്റുന്നത് ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. നിൻ്റെ ശരീരം നീ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തെ സംബന്ധിച്ച്. ഇനി തുടർന്ന് പറയുകയാണ്, ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ സഞ്ചരിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും അവർ എനിക്ക് വിശുദ്ധ ജനമായിരിക്കുകയും ചെയ്യും. ഇത് പഴയ നിയമത്തിൽ ദൈവം മനുഷ്യൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വചന രഹസ്യമാണ്. ഈ അരുളപ്പാട് നമ്മൾ കാണാൻ പോകുന്നത് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ അതിൻ്റെ 16-ാം തിരുവചനം നാം വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. 16-ാം അധ്യായം വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്. ഇതാണ് ആ മാമോദീസയിലെ ഡെലിവറൻസ് പ്രേയറിൽ പറയുന്നത്. പിശാചുക്കളുടെ അധിവാസ സ്ഥലമല്ല ഈ ശരീരം. അടുത്ത വചനം: നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ഇത്രയും മനോഹരമായിട്ട് ഈ പെന്തിക്കോസ്തി പെരുന്നാളിന് വേണ്ടി നീ കാത്തിരിക്കണം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കണം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ മേൽ വസിക്കുവാനുള്ളതാണ്. ഇതൊരു ദേവാലയത്തിൻ്റെ മേലോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യത്തിനല്ല പറയുന്നത്. നിൻ്റെ ശരീരത്തിൻ്റെ മേൽ, നിൻ്റെ മനസ്സിൻ്റെ മേൽ, നിൻ്റെ ആത്മാവിൻ്റെ മേൽ ദൈവം ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ കൂടാരമാക്കി മാറ്റാൻ നിൻ്റെ ശരീരത്തെ, നിൻ്റെ മനസ്സിനെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. ഇനി വീണ്ടും പറയുകയാണ്, എന്തെന്നാൽ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ജീവിക്കുന്ന ദൈവം. പെന്തിക്കോസ്തി പെരുന്നാളിൽ റൂഹായെക്കുറിച്ച്, തൃത്വത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ദൈവം ജീവനുള്ളവനാണ്. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരം. സഭ അതുകൊണ്ടാണ് ഈ ശരീരത്തെ ഇത്രയും മാന്യമായിട്ട് കരുതണം. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിൽ ഈ ശരീരത്തെ ഏറ്റവും മാന്യമായി വിശുദ്ധമായി കൊണ്ടു നടക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കാനുള്ള കാരണം ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. അപ്പം ദൈവത്തിന് നമ്മുടെ ഇടയിൽ ഈ കാലഘട്ടത്തിൽ, ഈ ലോകത്ത്, ഈ സമൂഹത്ത് പ്രവർത്തിക്കാനായിട്ട് ഇറങ്ങി വസിക്കാനുള്ളൊരു ഡെല്ലിങ് പ്ലേസാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടയമാണ് ആലയമെന്ന് പഴയ നിയമത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ദൈവാലയത്തിൻ്റെ കൺസെപ്റ്റുകൾ എസെക്കിയേലിൻ്റെ പ്രവചനം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ലേവ്യ പുസ്തകത്തിൽ അതിൻ്റെ കൂടാരത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ദേവാലയം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിൽ ഈ ദേവാലയം ഇത് ഏറ്റവും പരിശുദ്ധമായിട്ട് അത് കൊണ്ടു നടക്കണമെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഒരു ദേവാലയം, നമുക്കറിയാം ദേവാലയത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. ഒരു ദേവാലയത്തിൻ്റെ പ്രത്യേകത, വിശുദ്ധ സഭയുടെ പ്രത്യേകത വെച്ച് നമുക്കൊരു ദേവാലയത്തെ പരിശോധിച്ചാൽ ഒരു ദേവാലയത്തിനൊരു വിശുദ്ധൻ്റെ പേരുണ്ടായിരിക്കും. ഒരു ദേവാലയത്തിൻ്റെ അടയാളം അതൊരു സ്ലീബായാണ്, കുരിശാണ്. ഒരു ദേവാലയത്തിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്? അവിടെ ബലിയർപ്പണം, ആരാധന. അത് ദൈവത്തിൻ്റെ ആലയമായിട്ടാണ് പരിശുദ്ധ മൂറോനാൽ മേൽപ്പട്ടക്കാർ അത് കൂദാശ ചെയ്ത് സ്ഥാപിക്കുന്നത്. ഇനി നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി മാറുമ്പോൾ ഈ ശരീരത്തെ വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്തുകൊണ്ട് ഒരു വിശുദ്ധൻ്റെ പേരിടുന്നു. ഒരു ദേവാലയത്തിനൊരു വിശുദ്ധൻ്റെ പേരുണ്ട്, നമുക്കും ഒരു വിശുദ്ധൻ്റെ പേരാണ്. സഭയുടെ പഠിപ്പിക്കലനുസരിച്ച് മാമോദീസ സമയത്ത് സ്വീകരിക്കേണ്ടത് ഒരു വിശുദ്ധൻ്റെ പേരാണ്. 2, നമ്മുടെ ശരീരത്തിൽ എന്താ നടക്കേണ്ടത്? ആരാധനയാണ് നടക്കേണ്ടത്. റോമാ 12:1 എന്താ പറയുന്നത്? യഥാർത്ഥമായ ആരാധന, ദൈവത്തിനുള്ള വിശുദ്ധ ജീവിതം, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും മാന്യവുമായിട്ട് ദൈവത്തിന് സമർപ്പിക്കണം. ഇതാണ് യഥാർത്ഥമായ ആരാധന. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദേവാലയം എത്ര പരിശുദ്ധമായി കൊണ്ടു നടക്കുന്നു, അതിൽ ആരാധന, ബലിയർപ്പണങ്ങൾ, സ്തോത്രങ്ങൾ,
വഴിപാടുകൾ അതുപോലെ നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ബലിയർപ്പണങ്ങളും കൂദാശപരമായൊരു ജീവിതവുമായിരിക്കണം. മൂന്നൊരു ദേവാലയത്തിൻ്റെ അടയാളം കുരിശാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മുടെ ജീവിതത്തിൽ മാമോദീസായുടെ മുദ്ര കുത്തുന്ന ഒരാലയമായി മുദ്ര കുത്തുന്ന ഈ സ്ലീബായുടെ അടയാളം, അത് വിവാഹ കൂദാശയാണെങ്കിലും അത് ആ സ്ലീബായെ കിരീടത്തിലൂടെ ചൂടിക്കുകയാണ്. പൗരോഹിത്യ ശുശ്രൂഷയിലേക്കാണെങ്കിലും സ്ലീബായുടെ അടയാളത്താൽ അത് മുദ്രകുത്തപ്പെടുകയാണ്. ഇനി മരണം കഴിഞ്ഞാലും ഒരു ദേവാലയത്തിൻ്റെ കോമ്പൗണ്ടിൽ ഒരു ബോഡി അടക്കി ഒരു കല്ലറയുടെ അതിൻ്റെ തലയ്ക്ക് നോക്കിയാൽ കാണാവുന്നതും ഒരു കുരിശ് മാത്രമാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഒരു ശരീരവും ഒരു ദേവാലയവും തമ്മിൽ ഇത്രമാത്രം കണക്ട് ചെയ്തുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മുടെ കൂദാശകളിലൂടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മാമോദീസായുടെ സമയത്ത് ഒരു പ്രത്യേക പ്രാർത്ഥന നമ്മൾ നടത്താൻ നേരത്ത് പറയുന്നുണ്ട്. മാമോദീസായിൽ ഇത് ദൈവത്തിൻ്റെ ആലയമാക്കി സ്ഥാപിക്കുന്നു. വിശുദ്ധ സഭയിൽ ഒരു സത്യ നടുതലായി ഇവളെ സ്ഥാപിക്കണമേ. ദേവാലയമാണ് സ്ഥാപിക്കുന്നത്, വ്യക്തിയെ സ്ഥാപിക്കുന്നില്ല. അപ്പോൾ ഈ വ്യക്തിയെ ദൈവത്തിൻ്റെ ആലയമായി സ്ഥാപിക്കുന്നു. സ്ഥാപനം എന്നൊരു വാക്കാണ് കൂദാശാക്രമത്തിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. അഥവാ ഇത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടം തന്നെ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൂദാശപരമായ അഭിഷേകത്തിന് അർഹനായി തീരത്തക്കവണ്ണം നിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇതിൽ അയക്കണമേ. ഈ ഒരു വാക്ക് മാമോദീസായിൽ പറയുകയാണ്. ഈ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അഭിഷേകമായി മുദ്രകുത്തി അയക്കണമേ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ് ജീവനുള്ളതായിത്തീരുന്നത്. ഇപ്പോൾ ഏറ്റവും ആദ്യത്തെ ആലയം, ദൈവത്തിൻ്റെ ആത്മാവ് വസിച്ച ആലയം നമുക്കറിയാം. ഏദൻ തോട്ടത്തിൽ ദൈവം മണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി, മനുഷ്യൻ രൂപമുണ്ടാക്കി. അവൻ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 7 ദൈവമായ കർത്താവ് പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ജീവൻ നൽകുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പെന്തിക്കോസ്തിയുടെ ദിവസം ആത്മാവിൻ്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്, ഈ ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുക, നിങ്ങൾ ജീവനുള്ളവരായിത്തീരും. ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുവിനെന്നാണ് ശുശ്രൂഷക്കാരൻ ആഹ്വാനം നൽകുന്നത്. അതിൻ്റെ അർത്ഥം ഈ ശക്തി അപ്പോസ്തല പ്രവർത്തനം 1:8 പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്ന് സ്വീകരിക്കേണ്ട ഈ ആത്മാവ് നിങ്ങളുടെ ശക്തിയാണ്. അപ്പോൾ ഈ ശക്തി ഇത് ജീവനാണ്. അപ്പോൾ പിതാവായ ദൈവം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ച ആ ജീവൻ, ഇത് വീണ്ടും നമ്മൾ കാണുന്നത് മാമോദീസായിലൂടെയാണ്. മാമോദീസ തൊട്ടിയെ പല വിധത്തിൽ നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു ക്രിസ്തുവിൻ്റെ കല്ലറ, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന പുതിയ ജീവൻ, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ മാമോദീസായെക്കുറിച്ച് അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവിനെ നിശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നിശ്വസിപ്പിച്ച് അവന് ജീവനുള്ളവനാക്കി തീർത്തു. ജീവനുള്ളവനായ ആദം ദൈവം കാണുന്നത് പോലെ കണ്ടു. അവൻ്റെ കാഴ്ചപ്പാടുകളും മനോഭാവങ്ങളെല്ലാം ദൈവത്തിൻ്റേതുപോലെയായിരുന്നു. എന്നാൽ പാപം വന്നപ്പോൾ അവൻ്റെ ആത്മാവ് ജീവൻ്റെ അംശം നഷ്ടപ്പെട്ടു പോയി, പകരം മരണത്തിലേക്ക് വീണുപോയി. ഈ മരണത്തിൽ വീണുപോയവനെ മരണത്തിൽ നിന്ന് ജയിപ്പിച്ചവനാണ് ക്രിസ്തു. അപ്പം മരണത്തിൽ നിന്ന് ജയിച്ചു വന്ന ക്രിസ്തു അവൻ ഉത്ഥാനത്തിന് ശേഷം തൻ്റെ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. സത്യത്തിൽ പുതിയ നിയമസഭ ആരംഭിക്കുന്നത് അപ്പോസ്തലന്മാരിലൂടെയാണല്ലോ. വിശ്വാസികളുടെ കൂട്ടമാണല്ലോ സഭയെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാമോദീസായുടെ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന ഞാൻ പറയാം. നിൻ്റെ ഏകപുത്രൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയ ആ ശ്വാസം ഇപ്പോൾ നൽകണമേ. അപ്പോൾ ഈ ശ്വാസം, അത് ദൈവത്തിൻ്റെ ആത്മാവ് ജീവൻ്റെ നിറവ് കൊടുക്കുന്നതാണ്. ഇനി സ്നേഹമുള്ളവരെ, പലപ്പോഴും പല ആളുകൾക്ക് ചില സംശയങ്ങളൊക്കെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവിനെ യേശു ശിഷ്യന്മാരുടെ മേൽ ഊതി, പിന്നെ എന്തിനാണ് ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് പറയുന്നത്?
വേറെ ചിലർ പറയും മാമോദീസായിൽ നമുക്ക് പരിശുദ്ധാത്മാവിന് കിട്ടിയതാണ്, ഇനി പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമെന്നോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നിൽ വന്ന് നിറയണമേ, ഈ പ്രാർത്ഥനയൊക്കെ വേദവിപരീതമല്ലേ എന്നൊക്കെ പലപ്പോഴും പലരൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു മനുഷ്യന് ജീവനുള്ളത് കൊണ്ട് അത് വളരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ചെടി നട്ടു, ജീവനുണ്ട്, ആവശ്യമായി വെള്ളം കൊടുത്തില്ല, ആവശ്യമായി വളം കൊടുത്തില്ല, ആവശ്യമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യമായി ഒന്നും കൊടുക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? മുരടിച്ചു പോകും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിവസിച്ച് നമുക്ക് ജീവൻ്റെ അംശമുണ്ടായി. ഇനി ഇതിനെ വളർത്തണം. ഈ വളർത്തുന്നത് എങ്ങനെയാണ്? അത് വചനം നൽകിക്കൊണ്ട്, കൂദാശകൾ നൽകിക്കൊണ്ട്, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ദൈവാത്മാവ് കൊണ്ട് നിറയുന്ന എത്രയോ മേഖലകളാണ് കൂദാശക്രമങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കൂദാശകൾ സ്വീകരിച്ചും വചനം വായിച്ചും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ഈ ജീവനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഇതൊരു സത്യ നടുതലായിട്ട് മാറ്റപ്പെടുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് കൊണ്ട് അത് മലിനമാകാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പെന്തിക്കോസ്തിക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ ശരീരത്തിലേക്കാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് ഈ ശരീരം പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് വചനത്തിലൂടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. വലിയ നോമ്പിൻ്റെ ദിവസങ്ങളിൽ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നാം ദൈവത്തിൻ ഭവനങ്ങൾ വാഴുന്നു നാഥാത്മം നമ്മിൽ, അരജൻ വാണിടും അരമനയെ നമ്മൾ മലീമസമാക്കരുതേ, നമ്മൾക്കായി താണിച്ചിതിയിൽ വന്നോനെ പ്രീണിപ്പിക്കാൻ, ചിത്തത്തിൽ നിന്നും മാലിന്യങ്ങളെ മായിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് നാം ദൈവത്തിൻ്റെ ആലയമാണ്, അരജൻ വാണുന്ന അരമനയാണ്. ഇത് മലിനമാക്കരുത്. ഇത് മലിനമാക്കിയാൽ അതിൽ വസിക്കുന്നവൻ വേദനിക്കും, അവൻ അതിൽ നിന്ന് മാറ്റപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്, ദുഃഖിപ്പിക്കരുത് എന്നെല്ലാം ആവർത്തിച്ച് പറയാനുള്ള കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ പാപങ്ങൾ നിമിത്തം വേദനിക്കും. അതിനാണ് പശ്ചാത്തപിക്കണം, അനുതപിക്കണം, കുമ്പസാരിക്കണം, ഈ ആലയത്തെ നവീകരിക്കണം എന്ന പിതാക്കന്മാരുടെ വചനത്തിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരം ഇതെത്ര ഭംഗിയായിട്ടാണ് കരുതണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ ആലയമായി കാത്തു സൂക്ഷിക്കുന്ന ഈ ശരീരത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കുന്നത്. കാരണം ആലയത്തിലെ ബലി അർപ്പിക്കപ്പെടുകയുള്ളൂ. പലപ്പോഴും പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് മറ്റുള്ള മതങ്ങളിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയൊക്കെ നേർച്ചകൾ എല്ലാവർക്കും സ്വീകരിക്കാമെങ്കിൽ വിശുദ്ധ കുർബാന മാത്രം എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അതിന് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ദേവാലയത്തിൽ വെച്ചാണ് ബലി അർപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ ദേവാലയത്തിൽ വെച്ചാണ് വിശുദ്ധ കുർബാന, ദൈവത്തിൻ്റെ ഈ ബലി ദേവാലയത്തിലാണ് അർപ്പിക്കപ്പെടേണ്ടതും സ്വീകരിക്കപ്പെടേണ്ടതും. അതുകൊണ്ടാണ് മാമോദീസായിലൂടെ ഒരു ദേവാലയമാക്കിയവന് മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത സഭ പഠിപ്പിക്കാൻ കാരണം. മാത്രമല്ല, അവൻ്റെ ആ ഭൗതിക ശരീരത്തെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി വിടുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. മാമോദീസായിലൂടെ നീ സ്വീകരിച്ചിരിക്കുന്ന സകല കൃപാവരങ്ങളും ഇതാ നിൻ്റെ മരണാനന്തര ജീവിതത്തിൽ നിൻ്റെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പല സമയത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. പുരുഷന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് രണ്ടാമത്തെ ക്രമം, അതിൻ്റെ എക്കുബോ പാടുന്നത് ഇങ്ങനെയാണ്: സ്നാനെ നിന്നെ അണിഞ്ഞോരെ മുടിവിനു നാഥ വെടിയരുതേ, നിന്തിരുമെയ് ഭക്ഷിച്ചോരെ ദഹനൻ ഭക്ഷിച്ചീടരുതേ, നിന്നെ വാഴ്ത്തിയ വദനങ്ങൾ വിലപിക്കരുതേ വേദനയാൽ, മൃതരെ സന്ദർശിച്ച സുധ കൃപയടിയാരിൽ ചെയ്യണം. അപ്പോൾ ഇതിൽ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരം, അതിൻ്റെ ആ യോഗ്യതയാണ്
ഇവൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചത്, കൂദാശകൾ സ്വീകരിക്കപ്പെട്ടത്, ഇവൻ്റെ ശരീരം പരിശുദ്ധമാണ്. അതുകൊണ്ട് ഇവൻ്റെ കൈകാലുകൾ, ഇവൻ്റെ അധരങ്ങൾ, ഇവൻ്റെ ശരീരം പുഴുവിനും തീയ്ക്കും കൂടായി തീരാതെ ഇത് പരിശുദ്ധമാക്കി കാത്തു സൂക്ഷിക്കണമേ എന്ന് സഭ പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ സ്നേഹമുള്ളവരെ, ഈ പെന്തിക്കോസ്തിക്ക് ദൈവം നമുക്ക് തരുന്ന ഈ ആത്മാവിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട് അത് ഈ ഭൂമിയിൽ മാത്രമല്ല വരാനിരിക്കുന്ന ജീവിതത്തിലും നിത്യതയിലും പരിശുദ്ധമായിട്ട് തീരുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ മലിനമാക്കാതെ കാത്തു സൂക്ഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മാവ് വസിക്കുന്നിടം ഏറ്റവും പരിശുദ്ധമായി തീരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഒരിക്കൽ എൻ്റെ കുഞ്ഞ് തിരുമേനി വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തോബോസ്ലോമിൻ്റെ പാട്ട് പാടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ, തിരുമേനി വീട്ടിലേക്കല്ലേ വരുന്നേ, എന്നാലും പിതാവല്ലേ വരുന്നതെന്ന് പറഞ്ഞു. കൊച്ചാ കസേരകളെല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കിയിട്ടു. ഒരു ടർക്കി കൊണ്ടുവന്ന് വിരിച്ചു. ഒരു ബിഷപ്പ് വരാൻ വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞ് ഇത്രയും മനോഹരമായ ആ വീടും അതിൻ്റെ ആ ഇരിക്കുന്ന സ്ഥലമൊക്കെ മനോഹരമായിട്ട് അവൻ വിരിച്ച് ഒരുക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടി നമ്മളിലേക്ക് കടന്നു വരുന്ന ഈ ആത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ എത്രമാത്രം വിരിച്ചൊരുക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ എത്രമാത്രം പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും നമ്മുടെ ഈ ശരീരം അത് പരിശുദ്ധമായി തീരുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെന്തിക്കോസ്തി പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ആത്മാവിൽ പൂരിതരാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ.